എല്ലാവർക്കും നമസ്കാരം. കേരള കോളിംഗിലേക്ക് സ്വാഗതം. ഞാൻ മനുഷ്യൻജിത്താണ്. നമ്മളിപ്പോൾ ഊരുട്ടമ്പലത്തിലാണ്, ഒരു സ്കൂളിൻ്റെ മുൻപിലാണ് നിൽക്കുന്നത്. ചരിത്രമുറങ്ങുന്ന ഒരു മണ്ണാണിത്. ശ്രീ മഹാത്മാ അയ്യങ്കാളി പഞ്ചമി എന്ന കുട്ടിയെ വിദ്യാഭ്യാസത്തിനായി സ്കൂളിലേക്ക് കൊണ്ടുവന്ന ഒരു ചരിത്രം പറയുന്ന വിപ്ലവകരമായ നിമിഷം ഓർമ്മിക്കുന്ന ഒരു സ്കൂളാണിത്. 1914 നടന്ന ആ സംഭവത്തെ ഓർമ്മിപ്പിക്കുന്ന ചില ചിത്രങ്ങളും ശില്പങ്ങളും അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. തിരുവിതാംകൂർ ചരിത്രത്തിലെ വിപ്ലവകരമായ വില്ലുവണ്ടി സമരം നടത്തിയ ദളിതർക്ക് വേണ്ടി ആദ്യമായി സംസാരിച്ച ദളിത് നേതാവായിരുന്നു മഹാത്മാ അയ്യങ്കാളി. ദേശീയ തലത്തിൽ തന്നെ ധാരാളം നേതാക്കൾ ബഹുമാനത്തോടെയും ആരാധനയോടെയും അദ്ദേഹത്തെ കണ്ടിരുന്നു എന്നതിന് നിരവധി തെളിവുകളുണ്ട്. ചേട്ടൻ പേര്? എൻ്റെ പേര് കൃഷ്ണൻ നായർ. ഞാനിപ്പോൾ ഊരുട്ടമ്പലത്തെത്തി. ഊരുട്ടമ്പലത്തിൽ ഈ സ്കൂളിലാണ് ചരിത്രപ്രസിദ്ധമായ അയ്യങ്കാളി ഒരു അധകൃത കുട്ടിയെ കൊണ്ടുവന്ന് പഠിപ്പിച്ചെന്ന് പറയപ്പെട്ടു. ഞാൻ വായിച്ചറിഞ്ഞു. പിന്നെ ശരിക്കും കേട്ടില്ല. അയ്യങ്കാളി സ്മാരകം അവിടെ ഉണ്ട്. അദ്ദേഹം നല്ല വ്യക്തിയാണ്. ആയിരുന്നു. ഇപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ എനിക്ക് പറയാൻ അറിഞ്ഞൂടാ. എന്തെല്ലാം തരത്തിൽ അദ്ദേഹം വ്യക്തിത്വം കാണിച്ചു എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ എല്ലാവർക്കും ഒരു മാതൃകാ പുരുഷനായിരുന്നു. അതെനിക്കറിയാം. ഈ സ്കൂളിന് ഇപ്പോൾ എത്ര വർഷത്തെ പഴക്കം കാണും? ഇതൊക്കെ വളരെ കുറച്ച് വർഷമല്ലേ ഉള്ളൂ. പല സ്കൂളും 100-150 വർഷം പഴക്കമുള്ള സ്കൂളുകൾ കേരളത്തിലുണ്ട്. ഞാൻ ചോദിച്ചത് ആ സ്കൂളിൽ അല്ലാതെ നമ്മൾ പഠിച്ചതെന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ച എത്ര 30 വർഷമായി കാണും. താഴ്ന്ന ജാതിയിലുള്ള ഒരു കൊച്ചിവിടെ പഠിച്ചപ്പോൾ അവര് അങ്ങനെ മറ്റേ മേലാളന്മാരുണ്ടല്ലോ, അതന്നെ അവരെ ഇതിൽ വന്നപ്പോഴേ ആ പഠിച്ച ഈ പെൺകുട്ടി പഠിച്ചതിന്റെ സ്കൂള് കത്തിച്ചത്. ഓ ശരി. അതാണ് അവിടെ വരച്ച് വെച്ചിരിക്കുന്നത് അവിടെ അകത്ത്. അപ്പൊ അതിന് പ്രതികാരം അപ്പൊ അങ്ങനെ വന്നപ്പോ ഈ അയ്യങ്കാളി ഈ കൊച്ചിനെയും പിടിച്ചുകൊണ്ട് വീണ്ടും കൊണ്ടുവന്നു ഈ സ്കൂളിൽ ഇവിടെ ഇരുത്തി പഠിപ്പിച്ചു. പഞ്ചമി ആ സ്കൂളാണിത്. അതിൻ്റെ സ്മാരകമായിട്ടാണ് ഇപ്പോഴും അത് ഇങ്ങനെ വച്ചിരിക്കുന്നത്. ഇവിടെ അയ്യങ്കാളി സ്മൃതി ദിനമൊക്കെ ആചരിക്കാറുണ്ട് അല്ലേ? അപ്പോൾ അപ്പുറത്തോട്ട് പ്രതിമയും വെച്ചിട്ടുണ്ട് ഇവിടെ, അതും വെച്ചിട്ടുണ്ട് അല്ല. അപ്പോൾ ആ ഒരു ചരിത്രപരം ബെങ്ങാനൂരാണ് അയ്യങ്കാളിയുടെ സ്ഥലം. അവിടെയൊക്കെ നമ്മൾ കണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ. ചരിത്രം അങ്ങനെ പറയുമ്പോഴല്ലേ നമുക്കറിയാം. അക്ബർ ചക്രവർത്തി ഇവിടെ ഭരിച്ചെന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടോ? അപ്പോൾ പിന്നെ അത് നമ്മൾ വായിച്ചറിവല്ലേ നമുക്ക്. ഈ കൊച്ച് പഠിക്കാൻ വന്നപ്പോൾ അതിനെ മൊത്തത്തിൽ കത്തിച്ചെന്നാണ്. കൊച്ചിനല്ല, കൊച്ചിനെ പിന്നെയാണ് വന്നതല്ലേ? അല്ല, അന്നത്തെ കാലത്ത് ജാതി വ്യവസ്ഥയൊക്കെ ഇച്ചിരി കടുപ്പമായിരുന്നു. പിന്നെ ഇദ്ദേഹം ഒരുപാട് ഫൈറ്റ് ചെയ്തിട്ടുണ്ട് അതിനകത്ത്. പുള്ളി അന്ന് ഒരു തൻ്റെ ഇടമുള്ള ആളായിരുന്നു. രാജാവിനെതിരെ പുള്ളി യുദ്ധം ചെയ്തു. ഏത് 50 അല്ല ചേട്ടൻ ഈ പൊട്ടത്തിനും പറയില്ല. 50 ഈ സ്കൂളൊക്കെ അതെ എഴുതി വെച്ചിരിക്കുന്നുണ്ട്. നിങ്ങളിവിടെ ഇതിൻ്റെ ഫ്രണ്ടിൽ ഓട്ടോ ഓടിക്കുമ്പോൾ വല്ലപ്പോഴും മേലോട്ടം നോക്കണം. 1882 തുടങ്ങിയത്. താഴെ കൂടെ നോക്കി ഓടിച്ചാൽ പോരാ. 50 വർഷമായിരുന്നു. വല്ലപ്പോഴും കോട്ട് വേണമെങ്കിലും ഒന്ന് മേപ്പോട്ട് നോക്കണം. അപ്പോൾ കാണാം മാറനല്ലൂർ ഗ്രാമപഞ്ചായത്ത് 1882. ഈ സ്കൂളിന്റെ താഴെ എത്ര വർഷമായിട്ട്? 37 വർഷം കണ്ടായിരുന്നു ഓട്ടോ ഓടിക്കാൻ തുടങ്ങി. പണ്ടത്തെ നമ്മുടെ ചരിത്രം ഒന്ന് കണ്ടപ്പോഴത്തേ, ബോർഡ് കണ്ടപ്പോഴത്തേ ഒന്ന് അന്വേഷിക്കാൻ വന്നതാണ്. കേട്ടിട്ടുണ്ടോ? അങ്ങനെ വല്ലതും പഠിച്ചിട്ടുണ്ടോ? അതന്നെ. അപ്പൊ ഈ പറഞ്ഞ അയ്യങ്കാളിയും പഞ്ചമിയുടെ കഥകളൊക്കെ അറിയാം. എന്തായിരിക്കും? അല്ല, ആ സമയത്ത് അല്ല ഇത് നടന്നത്, അതിന് മുമ്പാണ് ഇത് നടന്നത്. അതന്നെ നമുക്ക് കേട്ടല്ലേ അറിയൂ. മഹാത്മാഗാന്ധിയുടെ കാര്യം നമ്മൾ വല്ലതും കണ്ടോ? നമ്മൾ കേട്ടതല്ലേ ഉള്ളൂ. ഒരുപാട് മുന്നെയാണ്, അതെ. അല്ല, മഹാത്മാഗാന്ധിയേക്കാൾ മുമ്പാണ്. മഹാത്മാഗാന്ധിയുടെ കാലത്തിനേക്കാൾ മുമ്പല്ലേ അയ്യങ്കാളി ജീവിച്ചിരുന്നു. പിന്നെ മഹാത്മാഗാന്ധി മരിക്കുന്നതിനൊക്കെ മുമ്പ് അയ്യങ്കാളി മരിച്ചു. റീസെന്റ് ആയിട്ടുള്ള കാര്യം നമുക്ക് അറിഞ്ഞില്ല. നമുക്ക് ഈ പണ്ട് കേട്ട ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ടാണല്ലോ സ്കൂള്. അതന്നെ. അതിനകത്ത് ചില വിവാദങ്ങളെ കാണാം, നമുക്കറിയേണ്ട കാര്യം. ശരി, അതെ അതെ. വീണ്ടും ഒന്നുകൂടെ പറഞ്ഞിട്ട് വേണം. ഇടയ്ക്ക് ഇങ്ങനെയെങ്കിലും ഒന്ന് നോക്കണം. അതാ കിടക്കുന്നു.
സമയം കിട്ടല്ലേ. അത് പ്രധാന പ്രശ്നം. എന്നെ പോലൊരു പ്രശ്നമുണ്ട്, തൊപ്പി വെച്ചിരിക്കും, അപ്പോൾ മേലോട്ട് കാണാൻ പറ്റത്തില്ല. അത് ഒന്നാമത് സമയമല്ലേ, കാരണം ആര് വിളിക്കും ഇങ്ങനെ വേഴാമ്പല് തലയിട്ടൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും, ആര് വിളിക്കും. അപ്പം നമ്മളങ്ങനെ മുകളിലോട്ട് നോക്കണം. അല്ല, ആരെയും കിട്ടുന്നില്ല എന്ന് പറഞ്ഞെങ്കിലും അങ്ങോട്ട് നോക്കൂല, ഇങ്ങോട്ട് നോക്കൂല, ഇങ്ങനെ നോക്കുള്ളൂ. ആ വേഴാമ്പല് തലയിട്ടൊക്കെ എപ്പോൾ വിളിക്കും. അല്ല, ഞങ്ങൾ വരുമ്പോഴത്തേ ആ വെയിറ്റിംഗ് ഷെഡിൽ ചൊറിഞ്ഞു കുത്തിയിരിക്കുക, ഇങ്ങോട്ടും നോക്കാതെ കുനിഞ്ഞിരിക്കുന്ന നമ്മളുണ്ട്. മുകളിലോട്ട് നോക്കേണ്ട പേടിച്ചിങ്ങനെ ചരിഞ്ഞിരിക്കണോണ്ടേ മറിയുന്നുള്ള പേടിയുണ്ട്. ഇത്രയും ഓട്ടോ ഡീസൻ്റ് ആയിട്ട് നിരത്തി ഇട്ടിരിക്കുകയാണ്, ഓട്ടോ ഇല്ല. എന്ത് ചെയ്യും? ഇപ്പൊ ഈ ഇങ്ങനെ നോക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ നോക്കും? മേലോട്ട് നോക്കി ഇരിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇതൊക്കെ തന്നെ ഓരോ പണ്ട് STD ബൂത്ത് ഇല്ലായിരുന്നു, ഇപ്പൊ ഒന്നും ഇല്ലല്ലോ. ഓരോ കാലത്ത് ഓരോ പണികൾ. ഈ ഊരുട്ടമ്പലം എന്നുള്ള പേരെങ്ങനെ വന്നു? ആരെങ്കിലും ഒരു സെക്കൻഡ്, ഇതൊന്ന് സാധനം ഇവിടെ ഉണ്ട്, കല്ലുണ്ട്, ആൾക്കാർക്ക് ഇരിക്കുന്നത്. അതെവിടെ ഉണ്ടായിരുന്നു? ഇപ്പൊ ഇല്ല. അത് ചുമട് താങ്ങിയില്ലേ, അവിടെ തന്നെ എല്ലാം ആയിരുന്നു. പിന്നെ എന്താ ഊട്ട്? ഞാൻ ഒരു പോയിന്റ് പറഞ്ഞു, പുള്ളി വേറെ അല്ലല്ല, എല്ലാ പോയിന്റും കൂടെ നമുക്കൊന്ന് പഠിക്കാം. എല്ലാ പോയിന്റും കൂടെ നമുക്കൊന്ന് പഠിക്കാം. എനിക്കറിയാം ഉയിരിട്ട അമ്പലം എന്ന് പറഞ്ഞ ഒരാൾ അങ്ങനെ വേറൊരു കണ്ടീഷൻ വന്ന് തിരിച്ചു വിടുന്ന ഉയിരിട്ടു എന്ന് പറയുന്നത് അതിനെക്കുറിച്ച് അറിയാവൂ, ചെറിയ നോളജാണ്. ചിലപ്പോൾ ഉയിര് കൊടുത്ത ഊരുട്ട പോലെ ആയിരിക്കും. കൂടുതൽ ഊഹിച്ചൊന്നും പറയരുത്, ഊഹിച്ചമ്പലം എന്നൊന്നും പറയും. ചുമ്മാ കൊട്ടേഷൻ വിടുക. ഉയിരിട്ടമ്പലം, ഇങ്ങനെയൊക്കെ പേര് പറഞ്ഞൊക്കെ വരും. ആര് വന്നാലും ഊട്ടിയിട്ട് വിടും. അങ്ങനെയാണ്. അപ്പൊ ശരി, നമ്മൾ ഇതും കൂടെ നോക്കട്ടെ. ഇത് വിദ്യാഭ്യാസ സ്വാതന്ത്ര്യ സ്മൃതി സംഗമ സ്മാരകം എന്ന പേരിൽ 2022 ഓഗസ്റ്റ് 31 സ്ഥാപിച്ചതാണ്. ഇവിടെ എന്തായാലും ചരിത്രപ്രസിദ്ധമായൊരു സ്ഥലമാണ്. അപ്പോൾ നമ്മൾ ഊരുട്ടമ്പലത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഊരുട്ടമ്പലം എന്ന് പറയുന്ന സ്ഥലം എന്ന് പറയുന്നത് കാട്ടാക്കടയിൽ നിന്ന് ബാലരാമപുരത്തേക്ക് പോകുന്ന വഴി. അപ്പോൾ അവിടെ വന്നപ്പോൾ ഊരുട്ടമ്പലം എന്നുള്ള പേരെങ്ങനെ ഉണ്ടായി. പക്ഷേ ഊരുട്ടമ്പലത്തിൻ്റെ വേറൊരു പ്രത്യേകത ഉള്ളത്, അയ്യങ്കാളി പഞ്ചമി എന്ന കുട്ടിയെ അവിടെ അവിടെ സ്കൂളിൽ പഠിക്കാൻ വന്നൊരു കുട്ടി പഠിച്ചത് കാരണം മേലാളന്മാർ കത്തിച്ച് കളഞ്ഞൊരു സ്കൂൾ. ആ സ്കൂളിൽ ആ കുട്ടിയെ കൊണ്ടുവന്ന് ഇരുത്തി പഠിപ്പിച്ചെന്നും അത് ഒരു വിപ്ലവമാക്കി എന്നും പറയപ്പെടുന്ന സ്കൂളാണ് ഈ കാണുന്ന സ്കൂൾ. അതിനിപ്പോൾ അയ്യങ്കാളി പഞ്ചമി സ്മാരക ഗവൺമെൻറ് UP സ്കൂൾ എന്നാണ് അറിയപ്പെടുന്നത്. 1882 സ്കൂൾ സ്ഥാപിതമായത്. അപ്പോൾ ആ സ്കൂള്, ആ ചരിത്ര പശ്ചാത്തലവും ഈ ഊരുട്ടമ്പലം എന്ന നാടും ഈ മുക്കാവിലയും ഈ മരങ്ങളും എല്ലാം ഒന്ന് കണ്ട് നമ്മൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ നമുക്ക് അടുത്ത സ്ഥലത്തിലേക്ക് പോകണ്ടേ, ഇതെല്ലാം ഒന്ന് ചുറ്റി കാണാം. ഈ മരവും